ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഉച്ച മുതലാണ് കേട്ടോ എനിക്കൊരു ബുദ്ധി തോന്നിയത്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് തൊട്ടിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ആദ്യം തന്നെ കറി റെഡിയാക്കുന്നത് എടുത്തിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് കുക്കറിൽ വേകാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. 2 വെളുത്തുള്ളിയും കൂടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്ത പരിപ്പിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ കൂടി കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. പച്ചക്കറികൾ വേകുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് കുറച്ച് ഉലുവയും അതുപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ ഒരു പട്ട, ഒരു കറയാമ്പൂ, ഒരു ഏലക്കായ്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ചൂടാക്കി എടുക്കണം. പുതിയ വർക്കൊന്നും ഏറ്റെടുക്കാത്ത ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ പ്രത്യേകിച്ച് വർക്കിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിലൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുന്നത്. അതുപോലെ തന്നെ റമളാൻ മാസമൊക്കെയല്ലേ വരുന്നത്. എല്ലാവരുടെയും നനച്ചുള്ളിപ്പണിയും അതുപോലെ റമളാൻ മാസത്തെ വരവേൽക്കാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ മുൻപ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു 2 വർക്ക് ഏറ്റെടുത്തതിൻ്റെ. അതൊന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു യെല്ലോ ഡ്രസ്സിൻ്റെ ഡീറ്റെയിലും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ മുകളിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ ഓർഡറും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ പെട്ടെന്ന് എമർജൻസിയായി വന്നതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനൊന്നും ടൈം കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളത് വീഡിയോ എടുക്കാതെ ഇരുന്നത്. അപ്പോൾ ഇനി പുതിയതായിട്ട് ഓർഡർ എടുക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും കാണിക്കാം കേട്ടോ ഇൻഷാ അല്ലാഹ്. ഇനി ചൂടായ ഈ തേങ്ങയിലേക്ക് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എരിവിനൊക്കെ ആവശ്യമുള്ള മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുകൂടി നമുക്ക് നന്നായിട്ട് തന്നെ ചൂടാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഞാൻ സാമ്പാറാണ് കേട്ടോ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇതുപോലെ തേങ്ങയൊക്കെ വറുത്ത് അരച്ച് വെക്കുകയാണെങ്കിൽ കറിയും ഒരു 2 ദിവസമൊക്കെ നിൽക്കും. അതുപോലെ കറിക്കൊന്നും കേടൊന്നും സംഭവിക്കില്ല. പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും കേട്ടോ കറിക്ക്. പിന്നെ നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും പുതിയതായിട്ടൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അരപ്പൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ സാമ്പാർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുട്ടികൾക്ക് കറിയൊന്നും കൂട്ടി കഴിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് കുട്ടികൾക്ക് കഴിക്കാനായിട്ട് ഞാൻ 2 മുട്ട കൂടി അവർക്ക് പൊരിച്ചു കൊടുക്കാൻ വേണ്ടി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇടയിൽ കൂടി ഇതാ പച്ചമുളക് വാങ്ങിയത് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നെറ്റിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ കണ്ടെയ്നറിൽ ഒന്ന് അടപ്പുള്ള പാത്രത്തിൽ അടച്ച് വെക്കുകയാണെങ്കിൽ കുറേ നാൾ മുളക് പഴുത്തു പോകാതെ, അതായത് കേട് വരാതെ നമുക്ക് സൂക്ഷിച്ച് എടുത്ത് വയ്ക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ പച്ചമുളക് വാങ്ങുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുക. അതിൻ്റെ നെറ്റിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് തുടച്ചിട്ട് അടപ്പുള്ള മൂടിയിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. അതാകുമ്പോൾ ഒരുപാട് നാൾ കേടുകൂടാതെ തന്നെ ഇരിക്കും കേട്ടോ. ഇനി രാത്രിക്ക് വേണ്ടിയിട്ട് ഞാനിതാ ഗ്രീൻ പീസ് വൈകുന്നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. എന്നിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. രാത്രിക്കൽക്ക് ഇവിടെ ഇക്കാക്കും അതുപോലെ ഉമ്മാക്കോ എപ്പോഴും ഗോതമ്പിൻ്റെ എന്തെങ്കിലും ഇത് വേണം കേട്ടോ. അതായത് ഗോതമ്പ് ദോശയോ അല്ലെങ്കിൽ പുട്ടോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമാണ് കഴിക്കുക. അപ്പോൾ നമ്മൾ ചോറിന് കഴിക്കുന്ന കറികൾ നാഷ്ടയ്ക്ക് കഴിക്കുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ, അതായത് കോമ്പിനേഷൻ ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കടലക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി പറഞ്ഞാൽ രാത്രിക്കൽക്കും കഴിക്കാം, അതുപോലെ പിറ്റേ ദിവസം രാവിലെ നാഷ്ടയ്ക്കും ആവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഉപ്പിട്ടിട്ട് ആദ്യം കടല ഒന്ന് സെപ്പറേറ്റ് വേവിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ അടുക്കളപ്പണിയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾ ഇങ്ങനെ അടുപ്പത്തിട്ടിന് മേലെ അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ അടുത്ത് വന്നിരിക്കുന്നത് കാണുമ്പോൾ നല്ല രസമായിരിക്കും അല്ലേ. അപ്പോൾ ഇതാ എൻ്റെ മോളും ഇതുപോലെ അടുപ്പത്തിട്ടിൻ്റെ മേലെ കയറിയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ, എന്താ ചെയ്യുന്നത് നോക്കിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഇട്ട കടല കുറച്ച് കൂടുതലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേവിച്ചെടുത്ത ശേഷം ഇതിൽ നിന്ന് കുറച്ച് കടല മാറ്റി വെച്ചിട്ടാണ് ബാക്കിയിൽ കറി റെഡിയാക്കുന്നത്. അപ്പോൾ ഒരു 3-4 വിസിലിൽ നമ്മുടെ കടല വെന്ത് കിട്ടും കേട്ടോ. ഇനി ഈ വേവിച്ച കടലയിലേക്ക് ഉള്ളി, പച്ചമുളക്, തക്കാളി, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മല്ലിയിലയും പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, വേണമെങ്കിൽ അത്യാവശ്യം നോക്കിയിട്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒറ്റൊരു വിസിൽ കൂടി അടിച്ചെടുക്കണം കേട്ടോ. അങ്ങനെയാണ് ഞാൻ കടലക്കറി റെഡിയാക്കുന്നത്. അപ്പോൾ കടലക്കറിയൊക്കെ റെഡിയാക്കിയ ശേഷം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക്, അതായത് തറവാട് വീട്ടിലേക്ക് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ പണിയും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. അതായത് ഓട് മേൽ അതുപോലെ ഇരുമ്പ് വെക്കൽ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ പെയിൻ്റ് അടിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പെയിൻ്റ് അടിക്കാർ ഈ പറഞ്ഞ പോലെ അവർ രാവിലത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത ശേഷം രാത്രിയാണ് കേട്ടോ നമ്മുടെ അവിടെ വന്ന് പെയിൻറ്റ് പണി തുടങ്ങിയത്.
അപ്പോൾ ഏകദേശം എല്ലാ റൂമിലും പെയിൻ്റ് അടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ജനൽ, വാതിൽ അവിടെയൊക്കെയാണ് ഇനി അടിക്കാനുള്ളത്. വാതിലും അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ജനലിൽ അതുപോലെ പുറത്ത് ഫ്രണ്ടിലൊക്കെയാണ് ഇനി അടിക്കാൻ ബാക്കിയുള്ളൂ. അപ്പോൾ മേൽക്കൂരൻ്റെ പണി കഴിഞ്ഞ ശേഷം വേണം പെയിൻ്റ് അടിക്കാൻ. അപ്പോഴല്ലേ നമുക്ക് വൃത്തിയിൽ കിടക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ഇപ്പോൾ ബറാത്തിൻ്റെ രാവിലെ സമയത്ത് തന്നെ നനച്ചുള്ളി പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവില്ലേ. അപ്പോൾ എനിക്ക് ഇനിയാണ് കേട്ടോ ശരിക്കുള്ള നനച്ചുള്ളി തുടങ്ങുന്നത്. കാരണം ഈ പണികളെല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് ബാക്കിയുള്ള പണികൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, മേൽക്കൂരയൊക്കെ നല്ല ഫിനിഷിങ്ങിൽ തന്നെ അവർ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ നമ്മളിതപ്പോൾ ഇരിക്കുന്ന ഇവിടുന്ന് ഇനിയിപ്പോൾ തറവാട്ട് വീട്ടിലേക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ എല്ലാം ചെയ്യണം കേട്ടോ. കാരണം സാധനങ്ങളൊക്കെ വീണ്ടും റിട്ടേൺ അങ്ങോട്ട് തന്നെ കടത്തണം. എന്നിട്ടൊക്കെ ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ 2 ദിവസം എനിക്ക് വർക്ക് ഓർഡർ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം നമുക്ക് റമദാൻ മാസമാണല്ലോ ഇപ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ നല്ലൊരു മാസമായിട്ട് അതിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റെഡി ആവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം വർക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് ഒരു 2 ദിവസത്തെ കാര്യമേ ഉള്ളൂ. അപ്പോൾ ഈ പണികളൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് ഈ അടുക്കി പെറുക്കി വെക്കൽ, അടിച്ച് തുടയ്ക്കൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ തീർന്നതായിരിക്കും. അപ്പോൾ പണിക്കാർ പണിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ രാത്രി 11:30 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ പെയിൻറ്റും കാര്യങ്ങളും അതുപോലെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടായി കിടക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഈ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് വൃത്തിയാക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അതുപോലെ രാത്രിയാണെങ്കിലും അവർക്ക് ഇടയ്ക്ക് വെള്ളവും ചായയൊക്കെ നമ്മൾ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കാനെയും കൂടി വിളിച്ചിട്ട് വേണം നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോയി കിടക്കാനായിട്ട്. അപ്പോൾ 2 ദിവസം കൊണ്ട് തന്നെ ഇവരുടെ ഈ പണിയും കംപ്ലീറ്റ് ചെയ്യുന്നതാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഒരു ദിവസത്തെ രാത്രി കൊണ്ട് തന്നെയാണ് അവർ ഇത്രയും ഭാഗം ക്ലിയർ ആക്കിയത്. അതായത് ഒരു 5-5:30 ആകുമ്പോഴാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. 3 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ 3 പേരും കൂടി നിന്നിട്ട് സ്പീഡ് തന്നെ അവൻ്റെ ഇത്രയും ഭാഗങ്ങൾ അവർ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ഭാഗങ്ങളും കൂടിയേ ഉള്ളൂ പെയിൻ്റ് അടിക്കാനായിട്ട്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ഒന്നില്ലെങ്കിൽ നമ്മൾ വെള്ളിയാഴ്ച വൈകിട്ട് അല്ലെങ്കിൽ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ആയിട്ട് നമ്മൾ തറവാട്ട് വീട്ടിലേക്ക് പോകട്ടോ. അപ്പോൾ ഒരു ദിവസം കൂടി നമുക്ക് സഹിച്ചു പിടിച്ചിട്ട് ഇവിടെ തന്നെ നിൽക്കണം കേട്ടോ. പിന്നെ നമ്മളിവിടെ ദിവസം കൂടുന്തോറും നമുക്ക് വാടകയും കൂടുമല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ പോകാൻ പറ്റിയ നമുക്ക് വേഗം തന്നെ പോകാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ അടുക്കളയൊക്കെ ഈ ഒരു രീതിക്കാണ് കേട്ടോ അവർ സെറ്റാക്കി തന്നിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പെയിൻ്റ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ഒരു നല്ലൊരു റമദാൻ മാസമാണ് വരാൻ പോകുന്നത്. സമയം ഇതപ്പോൾ ഞാനിവിടെ താഴത്ത് ഇറങ്ങുമ്പോൾ തന്നെ 9:30 ആയിട്ടാണ്. 9:30 കഴിഞ്ഞ് പിന്നെ പണിക്കാർക്കുള്ള ചായയും വെള്ളവും കൊണ്ടുവന്ന് കൊടുത്ത ശേഷം റിട്ട അവർ പോകുമ്പോൾ 11:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ഇക്കയും അതുപോലെ ഇവിടുത്തെ അത്തയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടിയിട്ട് മുകളിലാണ് കേട്ടോ നമ്മളിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അത് നമ്മുടെ ഹാളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.